സെർബിയ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊക്രഗോറ ട്രെയിൻ യാത്രയുടെ ഒരു ഫുൾ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് മൊക്രഗോറ റെയിൽവേ സ്റ്റേഷൻ. 1000 സെർബിയൻ ദിനാറാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ്. ഡിസ്ക്രിപ്ഷനിൽ മെയിൽ ID കൊടുക്കുന്നുണ്ട്. അതിൽ മെയിൽ അയച്ചാൽ ടിക്കറ്റ് നിങ്ങൾക്ക് റിസർവ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ഈ കൗണ്ടറിൽ വന്നിട്ട് കൊടുത്താൽ മതി. വെസ്റ്റേൺ സെർബിയയിലാണ് മൊക്രഗോറ വരുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സെർബിയയിൽ വരുമ്പോൾ എന്തായാലും മൊക്രഗോറ യാത്ര തിരഞ്ഞെടുക്കണം. ഇതാണ് ട്രെയിനിൻ്റെ അകത്തെ വ്യൂ. മരം കൊണ്ടുള്ള ബെഞ്ചൊക്കെയാണ് ഉള്ളത്. ഒരു ഇൻറ്റീരിയർ ഡിസൈൻ മരം കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പണ്ട് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റെയിൽവേ ആണ് ഇതെങ്കിലും ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. 15.5 കിലോമീറ്ററോളം സഞ്ചരിച്ച് സർഗൻ വിതാസി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ടൂറിസ്റ്റുകളെയും കൊണ്ട് ഈ ട്രെയിൻ പോകുന്നത് കേട്ടോ. 2.5 മണിക്കൂറത്തെ ഒരു അടിപൊളി ട്രാവൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ട്രെയിൻ യാത്രയിൽ കൂടെ കിട്ടുന്നത്. വൺ സൈഡ് മാത്രം 45 മിനിറ്റിലത്തെ ദൂരം വരുന്നുണ്ട്. ലാത്തിബോർ മലനിരകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചത് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പേടിയും. ഭയങ്കര നാരമായിട്ടുള്ള ട്രാക്കുകളും വഴിയൊക്കെയാണുള്ളത് കേട്ടോ. ഒരു 97 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ മൊക്രഗോറ റെയിൽവേക്ക്. 1925 ആദ്യത്തെ ട്രെയിൻ യാത്ര തുടങ്ങുന്നത്. 1974 ആയപ്പോഴേക്കും പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. പിന്നീട് ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ റിനോവേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 2003 പിന്നെയും ഇതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം തുടങ്ങിയത്. ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്ത യാത്രയാണ് കേട്ടോ. പൈൻമരങ്ങളുടെ ഇടയിൽ കൂടെ പച്ചപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവാം. ട്രെയിൻ ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇതുപോലത്തെ 22 ടണലാണ് നമ്മുടെ ഈ യാത്രയിലുള്ളത്. അതിൽ 1.5 കിലോമീറ്റർ വരുന്നതാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള ടണൽ. അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവർ ആകെ ഒരു സ്റ്റോപ്പിലേ നിർത്തുള്ളൂ. തിരിച്ചു വരുന്ന സമയത്താണ് നമുക്ക് ഓരോ കാഴ്ചയൊക്കെ കാണാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഓരോ സ്പോട്ടിലൊക്കെ നമുക്ക് നിർത്തി തരും. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. സെർബിയയിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന ഒരു ടൈമും കൂടെയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ട്രെയിൻ ഒരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടേക്കാണ്. ഇപ്പോൾ നല്ല മഴയുണ്ട്. അങ്ങനെ സെർബിയ വന്നിട്ട് മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടോ. നല്ല രസമുണ്ട്. നല്ല തണുപ്പും കാറ്റും മഴയും ഇടി ഉടുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗി.
ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ നിർത്തിയേക്കുക കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഹാഫ് അവർ നമുക്ക് ടൈമുണ്ട് ഫുഡ് കഴിക്കാനും പിന്നെ ഇവിടുത്തെ സൈറ്റ് സീയിങ് കാണാനും പോയിട്ട്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. എന്തായാലും ട്രെയിൻ യാത്ര ചൂസ് ചെയ്തത് എന്തായാലും നല്ല ഒരു ഓപ്ഷനായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. മഴയും കൂടെ കിട്ടിയതുകൊണ്ട് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല പ്ലേസാണ്, നല്ല രസമുള്ള പ്ലേസ്. ഫുഡ് കഴിക്കുന്നവർക്ക് റെസ്റ്റോറൻറ്റൊക്കെ അവൈലബിൾ ആണ്. ഫുഡൊക്കെ കഴിക്കാം. എന്തായാലും അരമണിക്കൂർ ടൈം ഉണ്ടല്ലോ ഫുഡ് കഴിക്കാനും സൈറ്റ് സീയിങ്ങും ഒക്കെ ആയിട്ടാണ് അവർ ടൈം തന്നേക്കുന്നത്. നല്ല വൈബാട്ടോ. അവിടെ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ മലയുടെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ഫുഡ് കഴിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കാം. അടുത്ത വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണോ കാണാനായിട്ട്. അയ്യോ, നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ചെറിയൊരു ടൈം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എല്ലാവരും ജസ്റ്റ് ഇറങ്ങി ഫോട്ടോ എടുക്കുന്ന ടൈം ആകുമ്പോഴേക്കും തിരിച്ചു കയറാനുള്ളതാവും. അടുത്ത സ്പോട്ടിലും ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് ടൈം മാത്രമാണ് നമുക്ക് തന്നേക്കുന്നത്. അങ്ങനെ മലയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ട് മുമ്പിൽ ഒരു പാറക്കല്ലുമ കുറേ പൈസ വെച്ചേക്കുന്നു. ആൾക്കാർ അവിടെ വന്ന് പൈസ വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്.
ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ വരുന്നവരെല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ടും.